ഹലോ, ഞാൻ നിങ്ങളുടെ റെസിനാർട്ട് ട്യൂട്ടറാണ്. എൻ്റെ പേര് നിഷാദ. നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ. എല്ലാവരും ഇപ്പം റെസിനാർട്ട് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. ചിലപ്പം ബേസിക് ഒക്കെ അറിഞ്ഞ് ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ ഫ്ലോപ്പ് പറ്റിയവരുണ്ടാകും, അല്ലെങ്കിൽ ചെയ്യുന്നവരുണ്ടാവും. അതിൽ കൂടുതലായിട്ട് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളവരുണ്ടാവും. എല്ലാവരും ഇതിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആരൊക്കെ ചെയ്തിട്ടുണ്ട്? ആരെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടോ? നമ്മളെ റെസിനാർട്ടിന്റെ ആരെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന്. ഓക്കെ, നിങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണോ? അതെ, ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് സക്സസ് ആയിരുന്നോ? ഓക്കെ, സക്സസ് ആയിരുന്നു. ഓക്കെ, ഇത് വെച്ചാൽ നമ്മളെ റെസിന് ചിലർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ബേസിക് മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മള് റെസിൻ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു കെമിക്കലാണ് അല്ലെ? അത് നമ്മൾ സാധാരണ പോലെ പച്ചവെള്ളം യൂസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. അത് എടുത്തതിന് ശേഷം മാത്രം റെസിൻ. ഓ, ഈ ക്ലാസ് ഞാൻ 3 ദിവസം അറ്റൻഡ് ചെയ്തിരുന്നു. അതേ സെയിം ക്ലാസ്. ഓക്കെ, അത് തന്നെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോ ഇതില് ജോയിൻ ചെയ്യാൻ നിർബന്ധം? ഇല്ല, നിർബന്ധമൊന്നുമില്ല. പറഞ്ഞു. വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ ഫീൽഡാണ് നമ്മള് ഇപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള ഫീൽഡാണ് റെസിനാർട്ട് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാല് നമ്മൾ എങ്ങനെ ഇതിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ജസ്റ്റ് ഇതിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താണ് ഈ റെസിൻ? അറിയാത്തവർ കുറേ പേരുണ്ടാവും. ഇപ്പൊ അറിയുന്നവർ കുറച്ച് പേരെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുറച്ചും കൂടി ഇതിനെപ്പറ്റി അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്കാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഇതൊരു കെമിക്കലാണ്. ഒരു 2 കോമ്പോണന്റ് ചേർത്തിട്ട് നമ്മളൊരു മിക്സ്ചർ ഉണ്ടാക്കി അത് വെച്ചിട്ട് ചെയ്തിട്ട് നമ്മൾ ഹാർഡ് രൂപത്തിൽ, ആദ്യം ദ്രാവക രൂപത്തിലുള്ള സാധനത്തിനെ നമ്മൾ ഹാർഡ് ആക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ റെസിൻ ആർട്ട്. ഓക്കെ, അത് നമുക്ക് പല മെത്തേഡിൽ ചെയ്യാം. ക്ലോക്ക്, ഫ്രെയിം, അതേപോലെ തന്നെ നമ്മളെ ഫ്ലോറ്, അല്ലെങ്കിൽ കോഫി ടേബിള്, അതേപോലെ തന്നെ ഒരുപാട് ജ്വല്ലറീസ്, ഒരുപാട് സാധനങ്ങൾ ചെയ്യാം. ഈ റെസിനാർട്ട് തന്നെ നമ്മളെ മിക്സിംഗ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്ചർ ആർട്ടില് നമ്മൾ മൂണാർട്ടൊക്കെ കണ്ടിട്ടില്ലേ? വാൾപുട്ടി കൊണ്ടും വൈറ്റ് സിമെന്റ് കൊണ്ടൊക്കെ ചെയ്യുന്ന പോലെ അതിൽ ടെക്സ്ചർ ആർട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ആർട്ടും കൂടിയാണ് നമ്മൾ റെസിനാർട്ടിൽ വെക്കുക. റെസിന് നമുക്ക് ഹാർഡ് രൂപത്തിലുള്ള എല്ലാത്തിലും ചെയ്യാം. പക്ഷെ പ്ലാസ്റ്റിക് ഒഴികെയുള്ള ബാക്കി എല്ലാത്തിലും നമുക്ക് റെസിനാർട്ടിന്റെ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ വുഡിൽ ചെയ്യാൻ പറ്റും, മിററിൽ ചെയ്യാൻ പറ്റും, MDF ചെയ്യാൻ പറ്റും, മൾട്ടിവുഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതില് എന്താ പറയാ, നമ്മുടെ പ്ലൈവുഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഹാർഡ് സർഫസിലെല്ലാം ചെയ്യാൻ പറ്റും. ക്യാൻവാസിൽ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്യാൻവാസിലൊക്കെ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അപ്പൊ നമ്മൾ എന്താക്കണം, ക്യാൻവാസിന്റെ ബോർഡ്, ബാക്കിലുള്ള ഒരു ബോർഡില് നമ്മൾ ഇതേപോലത്തെ ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു ഷീറ്റ് വെച്ചിട്ട് വേണം, സപ്പോർട്ടിങ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ക്യാൻവാസിൽ റെസിനാർട്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഈ റെസിനാർട്ട് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിപ്പം പല മെത്തേഡ് ആയിട്ടുണ്ട്. എപ്പോക്സി റെസിന്, കാസ്റ്റിംഗ് റെസിന്, അതേപോലെ തന്നെ UV റെസിന്, പല ടൈപ്പ് ഓഫ് ഒരു 10 മേലോട്ടുണ്ട് നമ്മളെ റെസിന്. അത് നമ്മൾ ആർട്ടിന് ഏതൊക്കെ റെസിന് ഉപയോഗിക്കാം എന്ന് ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ എല്ലാം ആർട്ടിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഫർണിച്ചേഴ്സ് ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്ലോറിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒക്കത്തിനും എപ്പോക്സി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ മെഷർമെന്റിലും റേഷ്യോയിലും ഒക്കെയാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. അതേപോലെ തന്നെ ടൈമിങ്, സെറ്റിംഗ് ടൈം ഉണ്ട്. നമുക്ക് 3 ടൈപ്പ് ടൈം ഉണ്ട് നമുക്ക് ഒരു ആർട്ട് സെറ്റ് ആവാൻ. ആദ്യം ഇനീഷ്യൽ ടൈം, പിന്നെ സെറ്റിംഗ് ടൈം, ഫിനിഷിംഗ് സമയത്തുള്ള ടൈം, അതാണ് ലാസ്റ്റ് ഫൈനൽ ടൈം എന്ന് പറയുന്നത്. ഈ 3 ടൈമും അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, മെഷർമെന്റ്. നമ്മളിപ്പം റെസിനാർട്ടില് 2:1 എന്ന് പറഞ്ഞിട്ടുള്ള റെസിന് 2:1, അതേപോലെ തന്നെ 3:1, ഇതൊക്കെ മെഷർമെന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പൊ നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കറക്റ്റ് മെഷർമെന്റിൽ എടുക്കുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ റെസിനാർട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് മെഷർമെന്റ് കറക്റ്റ് ആക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്ലൈമറ്റ്.
ക്ലൈമറ്റ് നോക്കണം. നമുക്ക് എല്ലാ ക്ലൈമറ്റിലും നമുക്ക് റെസിൻ ആർട്ട് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റും. അതിൻ്റെതായ രീതിയിൽ നമ്മൾ ബേസും അതേപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ റെഡി ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് ചെയ്യാം എല്ലാ ക്ലൈമറ്റിലും. കാരണം വിന്റർ സീസൺ നമുക്ക് ഒരു വില്ലനായിട്ട് നിൽക്കുന്ന റെസിൻ ആർട്ടിസ്റ്റിനൊക്കെ ഒരു വില്ലനായിട്ട് എടുക്കുന്നതാണ് വിന്റർ സീസൺ. അതെന്ന് വെച്ചാൽ നമുക്ക് അധികം തണുപ്പ് പറ്റില്ല. നമുക്ക് ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നോർമൽ ടെമ്പറേച്ചർ വേണം. ആ ടെമ്പറേച്ചറിലാണ് നമുക്കിത് സെറ്റ് ആവുക. പക്ഷെ യു വി റെസിന് ചെയ്യുന്നത്, യു വി റെസിൻ എന്ന് പറയുന്നത് വേറെ ടൈപ്പ് റെസിനാണ്. അത് നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളും അതേപോലത്തെ ക്ലൈമറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അതൊരു യു വി ലാമ്പിലാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല. ഇതുപോലത്തെ ഒരു ബോർഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് യു വി റെസിൻ നല്ല റേറ്റ് ഉണ്ട്, നല്ല റേറ്റും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത് ഇപ്പൊ ഒരു ക്ലോക്ക് നമ്മൾ മാർക്കറ്റിൽ ഇതിന് 3000 രൂപയാണ് ഒരു ക്ലോക്ക് വരുന്നെങ്കിൽ 2500 3000 രൂപ. ഓക്കെ, നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഒരു റെസിന്റെ ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ 2500 3000 രൂപന്റെ റേഞ്ചിൽ ഉണ്ടാവും. പക്ഷേ യു വി റെസിനെ കൊണ്ട് നമ്മളൊരു ക്ലോക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ റേഞ്ചിൽ കിട്ടൂല. കാരണം നമുക്കതൊരു 5000 മേലോട്ട് കിടക്കും. കാരണം ഇത്ര പോകുന്ന യു വി റെസിന്റെ ബോട്ടിലിന് വരുന്നത് 110 രൂപയാണ്. അത് ചിലപ്പോൾ ഒരു സൈഡിലോട്ട് മാത്രമേ നമ്മൾ ചെയ്യും. ഇപ്പൊ ഒരു 12 ഇഞ്ചിന്റെ ക്ലോക്ക് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 5000 രൂപയ്ക്ക് അല്ലാതെ വിൽക്കാൻ പറ്റില്ല. അപ്പൊ മാർക്കറ്റിൽ 2500 രൂപയ്ക്ക് സൗണ്ട് കിട്ടുന്നില്ല. ഓക്കെ, മാർക്കറ്റിൽ നമ്മൾ 2500 രൂപന്റെ സാധനത്തിന് 5000 രൂപക്ക് ആൾക്കാർ വാങ്ങില്ല. അപ്പം നമ്മൾ ആ ഒരു മാർക്കറ്റിൽ എത്ര ഇത് എന്താ പറയാ റേറ്റും കാര്യങ്ങൾ എങ്ങനെയാണ് ബേസിക് തുടങ്ങുന്നത്, അത് വെച്ചിട്ട് വേണം നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ബിസിനസ്സിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ക്ലാസ് തന്നെ ഇവർ നടത്തും. അതിൽ നമുക്ക് ഒരു മൊത്തം ക്ലിയർ കിട്ടും. എങ്ങനെ എവിടെ തുടങ്ങണം, എങ്ങനെ ഇത് പർച്ചേസിങ് കൊടുക്കണം, അതേപോലെ തന്നെ എങ്ങനെ നമ്മളിത് ഒരു സ്ഥലത്ത് നമുക്ക് പൈസ ക്വാണ്ടിറ്റി നല്ലതും ക്വാളിറ്റി നല്ലതും അതേപോലെ തന്നെ ചീപ്പ് റേറ്റിലും നമുക്ക് സാധനം കിട്ടണം. ആ രീതിയിൽ നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാം, അതേപോലെ തന്നെ ഇതെങ്ങനെ ബിസിനസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ അതിനുള്ള ഒരു ക്ലാസ് ഇവർ തരും. അത് നമുക്കിപ്പോ ഈ ഒരു സെക്ഷനിൽ നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇത് കുറച്ച് ലാസ്റ്റിംഗ് ഉള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താക്കുക, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ പ്രസിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ടെമ്പറേച്ചർ നോക്കണം. ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ കാര്യത്തിൽ സെറ്റ് ആവും. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഡസ്റ്റും കാര്യങ്ങളും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന കളേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ കളേഴ്സും നമ്മളെ റെസിൽ പോവില്ല. ഈ ക്ലാസ് പെയ്ഡ് ആണോ? ഈ ക്ലാസ് പെയ്ഡ് അല്ലല്ലോ, ഇതൊരു വെബിനാർ ആണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്ന കാര്യങ്ങളാണ്. നമുക്കിത് 3 ദിവസത്തെ ക്ലാസ് ആണ് വരുന്നത്. ഹാൻ അക്കാഡമിന്റെ റെസിൻ ആർട്ട് മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ബേസിക് ടു അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കാരണം ബേസിക് ആയിട്ട് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, തുടക്കക്കാർക്ക് ബേസിക്കിന്റെ ലെവലിലും പറഞ്ഞു കൊടുക്കും. കൂടുതൽ അറിയുന്നവർ ചെയ്ത് തുടങ്ങുന്നവർക്ക് നമുക്ക് ചെറിയ ടിപ്സുകളൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ട് വരിക. ഇപ്പൊ ഞാനൊക്കെ ഫസ്റ്റ് റെസിൻ ആർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്താണെടാ പറയുന്നത്? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള സംശയത്തിന്റെ ഒരു സമയം തരാം കേട്ടോ. എനിക്ക് പെട്ടെന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വായിക്കുമ്പോൾ അത് ക്യാച്ച് ആവുന്നില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാത്തിന്റെയും ഡൗട്ട് തീർത്തിട്ട് ഞാൻ പോവുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ ഈ റെസിന്റെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചെറിയ ടിപ്സും കാര്യങ്ങളും എങ്ങനെയെന്ന് വെച്ചാല് സൗണ്ട് ക്ലിയർ ആവുന്നില്ല എന്നാണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ടിപ്സുകൾ നോക്കണം. എങ്ങനെ ഇത് റെസിൻ ആർട്ട് നമ്മൾ പൈപ്പിംഗ് ആയിട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? റെസിൻ ആർട്ടില് നമ്മൾ ഇതേപോലത്തെ പീസിൽ ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ഇത് ഡെക്കോ മാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറിനോട് മാത്രമല്ല, റെസിനെ കൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പൈപ്പിംഗ് എങ്ങനെ കൊടുക്കണം? സാധാരണ ഒരു റെസിൻ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു ക്രിയേഷൻ ആവലല്ല നമ്മൾ അതിന്റെ പ്രൊപ്പോർഷൻസ് നോക്കണം, അതിന് ടൈം നോക്കണം. ഇപ്പൊ ഞാൻ ഇത് മിക്സ് ചെയ്തു, 3 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് റെസിൻ ആർട്ട് ആവില്ല. അപ്പൊ നമ്മൾ എന്താക്കണം, അതിന് വർക്കിംഗ് ടൈം ഉണ്ട്. ഇനീഷ്യൽ ടൈം കഴിഞ്ഞ ഒരു വർക്കിംഗ് ടൈം ഉണ്ട്. ആ വർക്കിംഗ് ടൈം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കാര്യം നോക്കണം. പിന്നെ നമ്മൾ ഒരു കളർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ തീമിലാണ് നമുക്കത് അനുയോജ്യമായിട്ട് പോവുക എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ നമുക്ക് എല്ലാ കളേഴ്സും പോവില്ല. ഇപ്പം റെസിൻ ആർട്ടിന് നമ്മൾ 3 കളേഴ്സ് അല്ലെങ്കിൽ 4 കളേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നെന്ന് വെച്ചാൽ മൈക്ക പൗഡർ, ആൽക്കഹോളിക് ഇങ്ക്,
പേസ്റ്റ് പിഗ്മെന്റ്, അതേപോലെ തന്നെ ഗ്ലോ ഇൻ ഡാർക്ക് പൗഡർ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പോകുന്നത്. പക്ഷെ അതിൽ തന്നെ നമുക്ക് പേസ്റ്റ് പിഗ്മെന്റും ഉണ്ട്, മാറ്റ് പിഗ്മെന്റും ഉണ്ട്, പേൾ പിഗ്മെന്റും ഉണ്ട്. ഓക്കെ, ആ എഫക്റ്റ് വരുന്നതാണ് പേൾ. മാറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു കളർ പോലെ തന്നെ വരുള്ളൂ, ബ്ലൂ ആയിട്ട് തോന്നും. പേൾ പിഗ്മെന്റ് പറയുമ്പോൾ ഇതിൽ ചെറുതായിട്ട് ഒരു ഗ്ലേസിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു ടൈപ്പ്. അങ്ങനെയാണ് നമ്മൾ. പിന്നെ ഡാർക്ക് ഇൻ ഗ്ലോ എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ തിളങ്ങുന്ന ഒരു പൗഡർ. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് എങ്ങനെ മെഷർമെന്റ് കൊടുക്കണം എന്നുള്ളതും ശ്രദ്ധിക്കണം നമ്മൾ. അതേപോലെ തന്നെ നമ്മൾ ചെറിയ ഏരിയ സെലക്ട് ചെയ്യുമ്പോഴും വലിയ ഏരിയ സെലക്ട് ചെയ്യുമ്പോഴും എത്ര റെസിൻ എടുക്കണം, പിന്നെ അതിന്റെ റേറ്റ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിന് ഇങ്ങനെ റേറ്റ് ഇടും. ഇതൊക്കെ ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ സാധനത്തിന്റെ ലിസ്റ്റ് എടുക്കുക. ലിസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ എത്ര ഉപയോഗിച്ചു. ഇപ്പം ഒരു റെസിന് 700 രൂപന്റെ 300-400 ഗ്രാമിന്റെ റെസിന് 700 രൂപയാണെങ്കിൽ അതില് നമ്മൾ എത്ര റെസിന് ഉപയോഗിച്ചു, അപ്പൊ അതിന്റെ ഒരു എമൗണ്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാം. പിന്നെ നമ്മളൊരു ഇത്ര ബോട്ടില് റെസിൻ, ഇത് മൈക്ക പൗഡർ ആണ്. ഓക്കെ, ഇത് ഇതിന് 110 രൂപയാണ്. മൈക്ക പൗഡർ ആണ്, റെസിന്റെ മൈക്ക പൗഡർ ആണ്. അപ്പൊ ഇത് നമ്മൾ ഒരു വർക്കിന് മാത്രമല്ല ഉപയോഗിക്കും, ഒരു 10 വർക്ക് അല്ലെങ്കിൽ ഒരു 5-6 വർക്കിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത് എത്ര വർക്കിന് ഉപയോഗിക്കുമ്പോൾ ആ ഒരു 110 രൂപ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിട്ട് ആ പൈസ അതിലേക്ക് കിട്ടുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലോക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ അക്രലിക് കട്ടൗട്ട് ഇടും. ഈ കട്ടൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ റോമൻ ലെറ്റേഴ്സ് ചെയ്യും. റോമൻ ലെറ്റേഴ്സ്, ഇങ്ങനത്തെ റോമൻ ലെറ്റേഴ്സ്, അപ്പൊ അതിന്റെ റേറ്റ് വരും. പിന്നെ ഇതേപോലത്തെ സ്റ്റോൺ വർക്കിന്റെ റേറ്റ്, ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു റേറ്റ് ഇടുന്നത്. പിന്നെ നമ്മളെ എഫേർട്ടിന്റെ ഒരു ചാർജ്. ഈ എഫേർട്ട് എത്ര എടുക്കണം എന്ന് വെച്ചാൽ നമ്മളിപ്പം റെസിലില് എത്ര എഫേർട്ട് കൊടുക്കും, ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂർ, ആ ഒരു മണിക്കൂറിന് നമ്മളൊരു ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും. നമുക്ക് ഒരു വർക്ക് ചെയ്യുന്നതിന് നമുക്കൊരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും, അതെടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ അത് മാർക്കറ്റിൽ എത്ര പൈസക്കാണ് അത് വിൽക്കുന്നതെന്ന് ചിന്തിക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ കൂടെയുള്ള റെസിനാർട്ടിന്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്തോ പറയുന്നത് മനസ്സിലാവുന്നല്ലോ. ഓക്കെ, അപ്പൊ മാർക്കറ്റിൽ ഇത് എത്ര അവൈലബിൾ, എത്രയ്ക്കാണ് ഇത് വിൽക്കുന്നത് ചിന്തിക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട്, സോഷ്യൽ മീഡിയ ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മൾ എന്താക്കുക, അവിടെ പോയിട്ട് അവരോട് ജസ്റ്റ് ഈ റേറ്റ്, ഇതിന് എത്ര റേറ്റ് വരുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ 2-3 ആൾക്കാർ റേറ്റ് കൊടുക്കുക. അപ്പൊ ബേസിക് റേറ്റ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ആമസോണ്, ഫ്ലിപ്കാർട്ട്, അങ്ങനത്തെ എന്തെങ്കിലും, മീഷോ, അങ്ങനത്തെ ഒക്കെ അത് സെയിൽ ആവുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, 12 ഇഞ്ചിന്റെ ക്ലോക്കിന്റെ എത്ര റേറ്റ് വരുന്നത്, ആ റേറ്റ് നോക്കുക. ഇതെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് നമ്മുടെ റേറ്റ് എടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു ബിസിനസ്സിൽ ഈ ഒരു ക്ലോക്കിന് എങ്ങനെ റേറ്റ് ഇടാം എന്ന് ചിന്തിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് നിങ്ങൾ ഒരിക്കലും എന്താ പറയാ മിക്സപ്പ് ആവരുത്. കാരണം നമ്മുടെ വാല്യൂ, ഇപ്പൊ ഞാനിത് വാങ്ങിയത് ഒരു 1500 രൂപന്റെ റെസില് വാങ്ങിന്ന് വിചാരിച്ചോ, എനിക്കൊരു അന്യായ വില ഇടാൻ പാടില്ല. ഓക്കെ, ന്യായ വില, നമുക്ക് ലാഭവും കിട്ടണം, അതേപോലെ തന്നെ കസ്റ്റമർ നമ്മളെ അടുത്തേക്ക് വരും വേണം. ആ രീതിയിൽ വേണം നമ്മൾ വില ഇടാൻ. പിന്നെ ഒരിക്കലും ഫ്ലോപ്പ് ആയ ഒരു സാധനം നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇത് ഫുൾ സെറ്റ്, ഫുൾ ക്യൂർ ആയതിനു ശേഷം മാത്രം. കാരണം 2:1 ക്യൂർ ആവണം എന്നുണ്ടെങ്കിൽ 24 hours-ഉം 3:1 റെസിന് ക്യൂർ ആവണമെങ്കിൽ 48 hours വേണം. ഈ അവേഴ്സ് കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കസ്റ്റമറിന് ആ സാധനം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് ഡാമേജ് ആവും. ഡാമേജ് ആവാന്ന് വെച്ചാല് ഒന്ന് പൊള്ളിയ പോലെ ആവും, അല്ലെങ്കിൽ ബബിൾസ് ക്രിയേറ്റ് ആവും, അല്ലെങ്കിൽ ഒരു ഒട്ടല് പോലെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ റെസിന് മിക്സ് ചെയ്യുമ്പോൾ റെസിനും ഹാർഡനറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുക. ആ വർക്കിൽ ഹാർഡനർ ആണ് കൂടുതലെങ്കിൽ റെസിന് പൊടിയും, എന്നുവെച്ചാൽ പൊട്ടിക്കാൻ പറ്റും കറക്റ്റ് മെഷർമെന്റ് അല്ലെങ്കിൽ. അതേപോലെ തന്നെ റെസിൻ ആണ് ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ആവും, വലിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളെ റെസിനാണ് കൂടുതലെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആവും, നമ്മളെ വർക്ക് ഫ്ലെക്സിബിൾ ആവും. ഇപ്പം ഒരു കോസ്റ്ററിന്റെ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വരും, എന്ന് വെച്ചാൽ ഇങ്ങനെ ബെൻഡായി വരും, കറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ. ഇത് അതുകൊണ്ടല്ല കേട്ടോ, ഇത് തിന്നായതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ബെൻഡായി വരും. പിന്നെ അതേപോലെ തന്നെ കീ ചെയിനൊക്കെ ആണ് നമുക്ക് ഒടിക്കാൻ പറ്റും, ഇത് പൊടിക്കാൻ പറ്റും, നല്ലോണം ഒടിക്കാൻ പറ്റും. കറക്റ്റ് മെഷർമെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒടിക്കാൻ പറ്റുന്ന ലെവലിലാവും. അപ്പൊ നമുക്കിത് ഒരാൾക്ക് കസ്റ്റമറിന് തന്നെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു മാർക്കറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പേജ് ഹൈലൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കൊടുക്കുക. ഇപ്പോ നിങ്ങളുടെ പേര് വെച്ചിട്ട് ഒരു താങ്ക് യു കാർഡൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ഇത് കൊടുക്കുന്ന സമയത്ത്, റാപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയിൽ റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് അതിന്റെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
മൈക്ക് ഓഫ് ആണ് മിസ്സേ. മിസ്സേ കേൾക്കില്ല. മ്യൂട്ട് ഓഫ് ആക്കിയാണ്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, നമ്മളെ റെസിനില് ഇപ്പൊ ഒരു ബേസിക് കാര്യങ്ങള് കാണിക്കുന്നുണ്ടോ? ഏഹ് സ്ക്രീനിൽ എന്തെങ്കിലും വീഡിയോ കാണിക്കുന്നുണ്ടോ? എന്തെങ്കിലും ബ്ലാങ്ക് ഉണ്ട് 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 എനിക്ക് ഉണ്ട് ഉണ്ട് കാണുന്നില്ലല്ലോ. ഉണ്ട്. അല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ, വീഡിയോ അല്ല, ഒരു ഫോട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ ഓക്കെ, അഷ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഒന്ന് നോക്കിയാൽ മതി, ഇതിൽ കാണാം സ്ക്രീൻ ഷെയറിങ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മളെ റെസിനാണ് നമ്മളെ മെയിൻ ആയിട്ട് റെസിൻ ആർട്ടിൽ വേണ്ടത്. റെസിൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് ടൈപ്പ് ഓഫ് റെസിനിലെ ഒന്നാണ് യു വി റെസിൻ. ഞാൻ പറഞ്ഞു അത് യു വി ടെമ്പറേച്ചറിൽ യു വി ലാമ്പിൽ മാത്രം സെറ്റ് ആവുന്നതാണ് യു വി റെസിൻ. ഓക്കെ, അത് നമ്മളെ നോർമൽ ടെമ്പറേച്ചറിൽ സെറ്റ് ആവില്ല. പിന്നെ അതിന്റെ റേഷ്യോ 1:1 വരുന്നുണ്ട്. 1:1 എന്ന് പറഞ്ഞാല് 1 ഗ്രാം ഹാർഡ്നർ അതേപോലെ തന്നെ 1 ഗ്രാം റെസിന്, അങ്ങനെയാണ് 1:1. 2:1 എന്ന് പറയുമ്പോൾ 2 ഗ്രാം റെസിന് 1 ഗ്രാം ഹാർഡ്നർ, അങ്ങനെ. പിന്നെ 3:1 ഉണ്ട്. പിന്നെ മെഷറിംഗ് ടൂൾസ്, അത് നമ്മൾ ഓരോന്ന് വെയിൻ സ്കെയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മള് സാധാരണ മെഷറിംഗ് കപ്പ് യൂസ് ചെയ്യാം. ഇതൊക്കെ മെഷർ ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് മെഷർമെന്റ് അതിൽ ഞാൻ പറഞ്ഞു, മെഷർ ചെയ്യുന്നത് കറക്റ്റ് ആണ്, അതിന് ഇമ്പോർട്ടന്റ് ആണത്. അതിലൊരിക്കലും ഒരു വീഴ്ചയും വരുത്തരുത്. കറക്റ്റ് ആ ഒരിത്തിരി കൂടിക്കഴിഞ്ഞാൽ നമ്മളെ വർക്ക് സ്പോയിൽ ആവും. ഇതൊക്കെയാണ് റെസിൻ ആർട്ടിസ്റ്റ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മെഷറിങ് ചെയ്യാം. പിന്നെ സേഫ്റ്റി മെഷേഴ്സ്, നമ്മളെ സേഫ്റ്റി നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരിക്കലും ഒരു വർക്ക് ചെയ്യാൻ പറ്റൂ, അല്ലാതെ നമ്മളെ സേഫ്റ്റി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. പ്രഗ്നൻസ് ലേഡീസിന് ഇത് ചെയ്യാൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. അവരെ കുഞ്ഞിന് ബുദ്ധിമുട്ട് വരും. കാരണം ഇതൊരു കെമിക്കലാണ്, ഇതിനൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം സ്മെല്ല് വരുന്ന സമയത്ത് അരിയൻഷി എന്ത് പറ്റി? ഓക്കെ, അപ്പം ഈ ഒരു സ്മെല്ല് അവര് കുഞ്ഞിന് പറ്റില്ല. കാരണം അതൊരു എന്താ പറയാ, ഡൗൺ സിൻഡ്രം പോലത്തെ കുഞ്ഞിന് വരുന്ന കുറച്ച് അസുഖങ്ങൾ വരും. ഇത് പ്രഗ്നൻസി സമയത്ത് ചെയ്യുന്നതാണെങ്കിൽ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉള്ളവർ, ഇപ്പൊ ആസ്മ പോലത്തെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മാസ്ക് ഇട്ടിട്ട് ചെയ്യാം. അതിന് ഫിൽട്ടർ മാസ്ക് എന്ന് പറഞ്ഞ ഒരു മാസ്ക് ഉണ്ട്. നമ്മൾ കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വലിയൊരു സൈഡിലൊക്കെ ഒരു ഫിൽട്ടർ പോലത്തെ മാസ്ക്, അതിട്ടിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സാധാരണ നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് മാസ്ക് നിർബന്ധം. സാധാരണ 3 പ്ലൈന്റെ മാസ്ക് ഇല്ല, നമ്മൾ 5 രൂപന്റെ മാസ്ക്, അത് വെച്ചിട്ട് ചെയ്യാം. ആപ്രിൻ ഇടണം, ഗ്ലൗസ് ഇടണം. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. കാരണം ഗ്ലൗസ് ആയി കഴിഞ്ഞാൽ ഒരു ഒട്ടലായിരിക്കും. നമ്മൾ വെളിച്ചെണ്ണൊക്കെ കയ്യിലാവുന്നത് പോലെ അത് പോക്കണം കുറച്ച് മെത്തേഡ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലോറിലായി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും ഒരു സ്ഥലം സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഫ്ലോറിൽ അവിടെയൊക്കെ ആവും. പക്ഷെ അതെങ്ങനെ പോക്കണം എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതിന് ഓരോരോ സൊല്യൂഷൻസ് ഉണ്ട്, അത് വെച്ചിട്ട് വേണം നമ്മളത് ക്ലീൻ ചെയ്യാൻ. ഓക്കെ, നമ്മളെ വയറ്റിലൊന്നും ആവരുത്. പിന്നെ നമ്മള് സൺലൈറ്റിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റി നിൽക്കണം. നമുക്ക് വെയിലിന്റെ വെളിച്ചത്തില് ഈ ഇത് കീപ്പ് ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച് അവോയ്ഡ് ചെയ്യണം. കാരണം നമ്മൾ റെസിൻ ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാല് വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കരുത്. നോർമൽ ആയിട്ടുള്ള അധികം വെയിലൊന്നും തട്ടാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. ഇതൊരു 3 വർഷം വരെ നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ പിഗ്മെന്റ്സ് ഞാൻ പറഞ്ഞു, മൈക്ക പൗഡർ ഉണ്ട്, വേസ്റ്റ് പിഗ്മെന്റ് ഉണ്ട്, ആൽക്കഹോളിക് ഇങ്ക് ഉണ്ട്, ഗ്ലോ ഇൻ ഡാർക്ക് പൗഡർ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മളിത് ഇതിൽ ബബിൾസ് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, അതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഇലാബറേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇതെന്ന് വെച്ചാൽ ബബിൾ സ്പ്രേ ഉപയോഗിക്കാൻ പറ്റും, ബ്ലോ ടോർച്ച് ഉപയോഗിക്കാൻ പറ്റും, ഹീറ്റ് ഗൺ ഉപയോഗിക്കാൻ പറ്റും, ഹെയർ ഡ്രയർ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സ്ട്രോ എന്ന് പറയുന്നത് നമ്മളൊരു വേവ് ക്രിയേറ്റ് ചെയ്യണം. ഓഷ്യൻ ആർട്ട് അതേപോലെ തന്നെ നമ്മൾ കാലിഗ്രഫിയിലൊക്കെ കുറച്ച് വേവ് ക്രിയേറ്റ് ചെയ്യും. 2 കളേഴ്സും കൂടിയിട്ട് ഒരു തിരമാലന്റെ എഫക്ട് വരാൻ വേണ്ടിയിട്ട് വേവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡ് തന്നെയാണ് സ്ട്രോയും ബ്ലോ ടോർച്ചും അതേപോലെ തന്നെ ഹീറ്റ് ഗണ്ണും ഒക്കെ. ഓക്കെ, അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് സ്മൂത്തനിങ് ഉണ്ട്, പോളിഷിങ്ങും ചെയ്യണം. അതിൽ എന്തെല്ലാം മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും, ഡീറബിങ് ടൂളും, അത് സൈഡൊക്കെ എന്താ പറയാ ചെത്തി എടുക്കാൻ പറ്റുന്നത്. നമ്മളെ സൈഡൊക്കെ കയറി വരും ചെറിയ ചെറിയ മോൾഡിലൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഡീറബിങ് ടൂൾ വെച്ചിട്ട് വേണം അത് എടുത്തു കളയാൻ. അല്ലെങ്കിൽ ഇതേപോലത്തെ ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അതൊക്കെ ചെറിയ ചെറിയ ടിപ്സ് ആണ്. ഇതില്ലെങ്കിൽ അതെടുക്കാം, അതില്ലെങ്കിൽ ഇതെടുക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ റെസിൻ പോളിഷ് ചെയ്യാൻ പറ്റും. എന്നോടാണോ? അല്ല,
ഈ റെസിനിൽ കുറെ മോൾഡ്സ്, അത് ഏതൊക്കെയാ, പല പല മോൾഡുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ജ്വല്ലറി മോൾഡൊക്കെ ഇങ്ങനത്തെ മോൾഡ് ആയിരിക്കും, ഒരു സിലിക്കൺ ടൈപ്പുള്ള മോൾഡുകളാണ്. ഓക്കെ, ജ്വല്ലറി മോൾഡ്, ആൽഫബറ്റ്സ് മോൾഡ്, ഫ്രെയിം, ആൽഫബറ്റ്സ് മോൾഡ്, അതേപോലെ തന്നെ ചെസ്സിൻ്റെത്, ഫ്രെയിമിൻ്റെത്, ആൽഫബറ്റ്സ് മോൾഡ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് റെസിൻ ആർട്ടിസ്റ്റ് ഉപയോഗിക്കുന്നത്. കാരണം മാർക്കറ്റിൽ എന്താണോ പെട്ടെന്ന് സെയിലായി പോകുന്നത് അതിനനുസരിച്ച് വേണം ചെയ്യും. ഇപ്പോൾ ജ്വല്ലറി ബോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെയിൽ ആവുന്നത്. എന്തേ പറയുന്നുണ്ടോ? ഓക്കെ, നോട്ട്ബുക്കിന്റെ പാഡ് ഉണ്ടാക്കുന്നത്, നോട്ട്ബുക്കിന്റെ നമ്മളെ ചട്ടയില്ലേ അതുപോലത്തെ പാഡ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെയാണ് നമ്മളെ ഇപ്പൊ ഇൻസ്റ്റയിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഓക്കെ, പിന്നെ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ വർക്ക് എടുക്കുന്ന സമയത്ത് അത് എങ്ങനെ നമുക്ക് മുമ്പോട്ട് ഒരാൾക്ക് നമുക്ക് സെയിൽ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ശ്രദ്ധിക്കണം, എന്ത് വർക്കാണ് നമ്മൾ ചെയ്യണം, നമുക്ക് പറ്റുന്ന വർക്കാണെങ്കിൽ അത് എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതും, അതേപോലെ തന്നെ അതിന്റെ ഡിസൈൻ ഒക്കെ നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി കാണണം. എന്നിട്ട് വേണം നമ്മളൊരു വർക്ക് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഒരാൾ വന്നു കഴിഞ്ഞിട്ട് അപ്പാട് നമ്മൾ ആ വർക്ക് എടുത്തിട്ട് ആരെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? ജൂലിയ, നീ എന്തോ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ റെസിൻ ആർട്ടിൽ വേറെ എന്തെങ്കിലും എന്താ പറയാ, ഇപ്പൊ കൂടുതലായിട്ട് വലിയ അറിവുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹാൻ അക്കാഡമിനോട് ചോദിച്ചാൽ മതി, അവരുടെ അടുത്തുണ്ട് റെക്കോർഡിംഗ് ക്ലാസ്സും കാര്യങ്ങളും. പിന്നെ ഇവരെ ക്ലാസ് തന്നെ നമ്മൾ ഒരു മെറ്റീരിയൽ നമുക്ക് എന്തൊക്കെ ബേസിക്കും അഡ്വാൻസ്ഡും ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഫസ്റ്റ് ബിഗിനേഴ്സിന് ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ മെറ്റീരിയൽസ് എങ്ങനെ സെലക്ട് ചെയ്യും, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഒരു വർക്കിന് വേണ്ടത്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാവരും ഒരു വർക്ക് എടുക്കുന്ന സമയത്ത്, ഇപ്പം ഞാനൊരു ക്ലോക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സാധനം ഇല്ല, പകുതിക്ക് കിടന്നൊരു സാധനം ഇല്ലാതാവാൻ പാടില്ല. അപ്പൊ നിങ്ങൾ എന്താക്കണം, എടാ എന്തോ നിങ്ങൾ ആരും ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ജൂലിയ അക്കൗണ്ട് ആടാ, നീ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുവോ? ഞാനല്ല ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അല്ല, സ്ക്രീന് അതിന്റെ നടുവിൽ നിൽക്കിയാൽ മതി, അത് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, എന്നിട്ട് ഈ സാധനങ്ങൾ എവിടുന്ന് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഐറ്റംസ് വേണം ഇന്ന ഒരു വർക്കിന് എന്നിട്ട് നമ്മൾ നോക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ബിഗിനേഴ്സ് കിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ആ ബിഗിനേഴ്സ് കിറ്റിൽ ഉണ്ടാകും. അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവൽ, ഇപ്പം കാലിഗ്രഫി ആണെങ്കിലും ഓഷ്യൻ ആർട്ട് ആണെങ്കിലും 3D വേവ്സിൻ്റെത്, അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ റെസിൻ ആർട്ടിൽ 13 ടെക്നിക്കാണുള്ളത്. അതിൽ ഒരു ടെക്നിക്കാണ് മാർബിൾ ടെക്നിക്ക്, ഓഷ്യൻ എഫക്റ്റ്, അതേപോലെ തന്നെ ജിയോഡ് വാള് ടെക്നിക്ക്, അതേപോലെ നമ്മൾ കാലിഗ്രഫി, പിന്നെ വെയിൻ ടെക്നിക്ക്, പിന്നെ ആൽക്കഹോളിക് ഇങ്ക് ടെക്നിക്ക്, പിന്നെ അതേപോലെ തന്നെ മിക്സഡ് മീഡിയ ടെക്നിക്ക്, അങ്ങനെ ഒരുപാട് ടെക്നിക്കായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഈ റെസിൻ ആർട്ടിൽ തന്നെ ഉള്ള ഓരോരോ പോർഷൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നിഹാല, നമ്മുടെ ഒരു ഹാൻ അക്കാഡമിന്റെ കോർഡിനേറ്റർ ആണ്, അവരോട് ചോദിച്ചാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ കിറ്റിന്റെ കാര്യം, ഇപ്പൊ ഇവരെ കിറ്റിൽ തന്നെ നമ്മൾ 26 ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. മാസ്റ്റർ ക്ലാസ് മുതൽ ബേസിക്കുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കും ഇതേ സെയിം കിറ്റ് തന്നെ. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇലാബറേറ്റ് ചെയ്ത സംഭവം കുറച്ചുകൂടി എന്താ പറയാ, വലിയ വലിയ വർക്കുകളൊക്കെ ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ അവർ കിറ്റ് ഡിസൈൻ ചെയ്തു തരും. പിന്നെ അതേപോലെ നമ്മൾ ഇത് എങ്ങനെ സെയിൽ ചെയ്യാം, ഈ സെയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇത് ഗൾഫിലോട്ടും കൊടുത്തയക്കുന്ന സാധനമാണ്. നമ്മളൊരു വർക്ക് എന്ന് വെച്ചാല് ഒരു ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ഫ്രെയിം അല്ല, വലിയ ഫ്രെയിമിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ആയത്തെക്കുറിച്ച് അസ്മാഉൽ ഹുസ്ന, അല്ലെങ്കിൽ ഗായത്രി മന്ത്ര, ഓം ബുർബോഹസ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഗായത്രി മന്ത്ര, ഓം എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രാസ്, ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്നുമല്ല, നമ്മൾ ഇവിടെയാണ് ഇതിന്റെ ആൾക്കാർക്ക് ഇതൊരു റേറ്റ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ കുറച്ച് ഔട്ട്സൈഡിലോട്ടോ അല്ലെങ്കിൽ അബ്രോഡിലോട്ടോ ഈ സാധനങ്ങൾ കൊടുക്കുന്ന സമയത്താണ് ഇതിന്റെ റേറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക.
അപ്പൊ നിങ്ങൾ അതെന്താക്കുക, ഒരു 15,000 രൂപ മുതലാണ് നമ്മൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലാകെ എഫേർട്ട് നമ്മളത് 5,000 രൂപന്റെ എഫേർട്ട് ആയിരിക്കും, ബാക്കി നമ്മുടെ ലാഭമാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ സാധനം എങ്ങനെ മറ്റുള്ളവരെ എത്തിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയിൽ എത്തിക്കാൻ പറ്റും, എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും, എത്രത്തോളം ടിപ്സ് അതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മളെ വർക്ക് ഭംഗിയാവും, അത്രത്തോളം നമ്മളെ മാർക്കറ്റിൽ ഇത് ഡിമാൻഡ് ആവും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റെസിൻ ആർട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹാൻ അക്കാഡമിയിലോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി നിങ്ങളെ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ പറഞ്ഞു. വലിയ വലിയ സംശയങ്ങളാവുമ്പോൾ സമയം കൂടിപ്പോവും. ചെറിയ ചെറിയ സംശയങ്ങൾ പറഞ്ഞു ഞാൻ തീർത്തരാം. മാം റെസിന്റെ ഇത് ചെയ്യുമ്പോൾ അത് വേസ്റ്റ് ആയതെല്ലാം എങ്ങനെയാ കളയാ? നമ്മള് കൈക്കായതും ടേബിളിലായതെല്ലാം ക്ലീൻ ചെയ്യാൻ എന്നാ ചെയ്യാം? അതിന് നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഐസോപ്രോഫൈൽ ആൽക്കഹോൾ 74% മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ബേബി വൈപ്സ് വെച്ചിട്ട് ചെയ്യാം. ഞാനേ ദുബായിലാണുള്ളത്, അപ്പൊ ഇവിടുന്ന് ഇതിന്റെ സാധനങ്ങളൊക്കെ കിട്ടുവോ? ഓ കിട്ടും. കെമു എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പില്ലേ, അതിൽ ഇപ്പൊ കൂടുതലായിട്ട് അവരെന്നെയാ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് 7 ദിവസം 10 ദിവസമായിട്ടാണ് പറയുന്നത് അതിന്റെ ഫുഡ് ഡെലിവറി ടൈം. പക്ഷെ അവിടെ ആ ആപ്പിൽ എല്ലാ സാധനവും ഉണ്ടാവും. ആ റേറ്റിന് വരെ സാധനം എടുക്കണം. നല്ല റേറ്റ് ഉണ്ടോ ഇതിന് സാധനം? അതിന്റെ റേറ്റിന്റെ ബേസ്, ആ റേറ്റ് കാര്യങ്ങളും നമ്മളിപ്പോ പറഞ്ഞുതരാം. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇതുണ്ട്, ലിങ്ക് ഉണ്ട്, ഓരോരോ റെസിൻ സ്റ്റോഴ്സുകൾ ഉണ്ടാവും, അതൊക്കെ ഞാൻ പറഞ്ഞുതരും. ഇപ്പം കൂടുതലായിട്ട് മെയിൻ ആയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഗുജറാത്തിലെ സൂറത്തിലെ തുളസി റെസിൻ സ്റ്റോർ, ദ ക്രാഫ്റ്റി സ്റ്റോർ, ഇവർക്കൊക്കെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റുമായിട്ട് കമ്പാരിസൺ ചെയ്തിട്ട് വേണം അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ. അല്ലാതെ വലിയ റേറ്റുള്ള സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യരുത്. കാരണം അതിനൊക്കെ മാർക്കറ്റിലൊക്കെ ബേസിക് റേറ്റ് ഉണ്ട്. ആ റേറ്റിനനുസരിച്ച് വേണം നമ്മൾ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഓക്കെ, പക്ഷെ ഗുജറാത്തിൽ അത്രയും ചീപ്പ് റേറ്റിൽ നമുക്ക് നാട്ടിൽ കിട്ടില്ല കേട്ടോ. കാരണം നമ്മള് എന്താ പറയാ, അവര് സ്റ്റാർട്ടപ്പ് ആണ്, പിന്നെ അവര് ക്വാണ്ടിറ്റി കൂടുതൽ അനുസരിച്ച് അവർ പിന്നെയും റേറ്റ് കുറച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ റേറ്റ് നമുക്ക് കിട്ടൂലെങ്കിലും കുറഞ്ഞ റേറ്റിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്ത റേറ്റിൽ നമുക്ക് കിട്ടാൻ പറ്റും. ഷോപ്പുകളുണ്ട്. നമ്മൾ റെസിനായിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ പിഗ്മെന്റ് മിക്സ് ചെയ്തിട്ട് പോർ ചെയ്യുമ്പോ കുറച്ച് കഴിഞ്ഞാൽ അതെന്താ ഇങ്ങനെ വിട്ടു വരുന്ന, ഇങ്ങനെ ആ ഭാഗം ക്ലിയർ ആയി വരുന്നേ? ആ ഭാഗം ക്ലിയർ ആവുന്ന വെച്ചാൽ അവിടെ എയർ സ്പേസ് കിട്ടുന്ന, എയർ അതിന്റെ ഉള്ളിൽ കുടുങ്ങുന്നതിനുണ്ടാവും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസ് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പോവും. എന്താ വെച്ചാൽ ബേസ് നന്നായിട്ട് പെയിന്റ് അടിച്ചു കൊടുക്കുക, അപ്പൊ എയറിന് വരാനുള്ള സ്പേസ് കുറയും. പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബേസ് ലെവൽ ചെയ്യണം. ഇപ്പം ലെവലർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ലെവൽ ചെയ്യണം. ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാവും, നിങ്ങള് ബബിൾ ലെവലല്ലേ, സ്പിരിറ്റ് ലെവല്, ഇത് വെച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡിലും ചെയ്യാം. നമ്മൾ പെന്നൊക്കെ ഒന്ന് ഉരുട്ടി നോക്കുക ഒരു സ്ഥലത്ത് വെച്ചിട്ട്, എന്നിട്ട് എവിടെയാണോ ഉരുണ്ടു പോകുന്ന ആ ഭാഗത്ത് പേപ്പർ വെച്ചിട്ട് ഹൈറ്റ് എഡ്ജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ലെവൽ ആയി കഴിഞ്ഞാൽ അതങ്ങനെ ഒലിച്ചു പോകില്ല. 2 പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, ഒന്ന് എയറിന്റെ പ്രശ്നം, ഒന്ന് ഈ ഒരു സ്ലോപ്പിന്റെ പ്രശ്നമാണ്. ബേസിന് പെയിന്റ് കൊടുക്കാൻ പറഞ്ഞല്ലോ, അപ്പൊ അതിന് പറ്റിയ പെയിന്റ് ഏതാ? അക്രലിക് പെയിന്റും പറ്റുമോ? അക്രലിക് പെയിന്റ് അത് നമ്മൾ വൈറ്റ് ബോർഡറിൽ മോൾഡിൽ പെയിന്റ് അല്ല ചെയ്യുക. മോൾഡിൽ ആൽക്കഹോൾ സ്പ്രേ ആണ് ഉപയോഗിക്കുക. ബബിൾ റിമൂവർ സ്പ്രേ എന്ന് പറഞ്ഞിട്ടില്ലേ, ഈ സ്പ്രേ ആദ്യം മോൾഡിൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ റെസിൻ വെക്കാൻ. പെയിന്റ് കൊടുക്കുമ്പോ ആരെങ്കിലും ഒരാൾ പറ, അക്രലിക് പെയിന്റ് കൊടുക്കുമ്പോ അത് മാത്രാണോ ബേസിൽ യൂസ് ചെയ്യാൻ പറ്റുക? നമുക്ക് സ്പ്രേ പെയിന്റ് ഉപയോഗിക്കാം, എല്ലാ പെയിന്റും ഉപയോഗിക്കാം. ഞാൻ സ്പ്രേ പെയിന്റ് ഉപയോഗിക്കാറുണ്ട് ബേസില്. ഇതേപോലത്തെ വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും സ്പ്രേ പെയിന്റ് ഉപയോഗിക്കാം, അക്രിലിക് പെയിന്റ് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ റെസിൻ പെയിന്റ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ബേസില് ആ റെസിൻ ആക്കിയിട്ട് ചെയ്യാം, അല്ല ചുമ്മാ പെയിന്റ് അടിക്കുന്ന പോലെ ആ റെസിന്റെ പെയിന്റ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് ചോദിച്ചത്. ഓക്കെ, അത് പറ്റില്ല. റെസിനിൽ മാത്രം റെസിനിൽ യൂസ് ചെയ്യുന്ന പെയിന്റ് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, അതെ. അതിപ്പോ യൂസ് ചെയ്യല് കഴിഞ്ഞിട്ട് വാട്ടറിൽ കഴുകാൻ പറ്റുമോ മുടികളൊക്കെ? ഇല്ല, നമ്മൾ റെസിനിൽ ഒരിക്കലും റെസിന്റെ വർക്കുകളൊന്നും വാട്ടറുമായിട്ട് മിക്സപ്പ് ആവാൻ പാടില്ല. വാട്ടർ മിക്സപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും എന്താ പറയാ മണ്ണെണ്ണയും കൂടിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടായിട്ട് കിടക്കുന്നില്ല, അതേപോലെ ഉണ്ടാവും, നിങ്ങളെ വർക്ക് സ്പോയിൽ ആവും. അതേപോലെ തന്നെ നമ്മൾ ഇതില് വാട്ടർ കണ്ടന്റ് ക്ലാസ്സിലൊന്നും ഉണ്ടാവാൻ പാടില്ല. മിക്സ് ചെയ്തിട്ട് മാം ഈ റെസിനാട്ടിന്റെ ഇതൊക്കെ ചെയ്തത് വേണം. ഇതില് വേവ്സ് ശരിക്ക് വരുന്നില്ല, ഈ വൈറ്റ് ഇത് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ.
ആഹാ ചെയ്തിട്ടുണ്ടല്ലോ. നല്ല ഇതെന്ന് വെച്ചാൽ അതിന്റെ ടൈമാണ് നമ്മൾ നോക്കേണ്ടത്. വേവ്സിന് നമ്മൾ സാധാരണ ടൈമിൽ വേവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ ഇപ്പൊ വർക്കിംഗ് ടൈം ഉണ്ടല്ലോ, 20 minutes ആണ് 2:1 റെസിന്റെ വർക്കിംഗ് ടൈം. ആ വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് 3:1 3:1 ആണെങ്കിൽ അതിൻ്റെത് 35 to 40 minutes ആണ് വർക്കിംഗ് ടൈം. അപ്പം വർക്കിംഗ് ടൈമിന്റെ ഈ 45 മിനിറ്റിന്റെ ഉള്ളിൽ വരുന്നപ്പോ നമ്മളൊരു 35 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താക്കുക, സ്പ്രെഡ് വേവിന്റെ വർക്ക് ചെയ്യുക. അതുവരെ ആ മിക്സ് ചെയ്ത റെസിൻ അവിടെ തന്നെ വെക്കുക. അത്രയും ഹാർഡായിട്ട് തിക്കായിട്ട് നിൽക്കണം. എന്നിട്ട് നിങ്ങൾ വേവ് കൊടുത്തു കഴിഞ്ഞാൽ വേവ് ക്രിയേറ്റ് ആവും. മിസ്സേ നമ്മൾ അതിന് ചെറിയ 45 ബ്ലോ ടോർച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് ഗൺ ഉപയോഗിക്കുകയാണെങ്കിൽ 45 ഡിഗ്രി ചെരിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. അതിന് കുറച്ച് മെത്തേഡ് ഒക്കെ ഉണ്ട്. ഞാൻ വേറെ സ്ട്രോ എന്താ യൂസ് ചോദിച്ചേ? ചെയ്തിട്ടാ ചെയ്ത. അപ്പൊ അത് തിക്ക് ആയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതെ, അത് തിക്ക് ആയതിനു ശേഷം മാത്രമല്ല ചെയ്യാം നിങ്ങൾക്ക്. പക്ഷെ അതിന് കുറച്ച് എന്താ പറയാ, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ തന്നെ അത് ചെയ്യരുത്. എടാ കീച്ചെയിൻ അത് നമ്മൾ ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ അതിന്റെ റേറ്റ് എടുക്കുന്നത്. ഇപ്പം ചെറിയ ഒരു ഇതൊന്നുമില്ല, ഈ ചെണ്ടൊന്നും ഇല്ലാത്ത ലെവലിലാണെങ്കിൽ ഇത് 120 രൂപയാണ്. ചെണ്ടൊന്നും ഇല്ലാത്തെങ്കിൽ 90 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഇങ്ങനെ മാത്രമാണെങ്കിൽ 90 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇത് 120 തന്നെ. ഇതിന് പേരും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റിന് ചെറിയൊരു വ്യത്യാസം വരും. മിസ് നമ്മൾ ആക്രിലിക് കട്ടിങ് ഉപയോഗിക്കുമ്പോ അത് ഏത് ഗ്ലൂ വെച്ചാ ഒട്ടിക്കുക? അക്രിലിക് കട്ടറിന് ഉപയോഗിക്കുന്ന സമയത്ത് സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കാം, ഫെവിക്വിക്ക്, ഫ്ലെക്സ് ക്വിക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഫെവിക്കോൾ ഉപയോഗിക്കാം. പക്ഷെ ആ ഫെവിക്കോൾ ഉപയോഗിക്കുന്നത് ഉണങ്ങിയതിനു ശേഷം മാത്രമേ റെസിന് പോർ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു ലൈനിങ് ഫീൽ ചെയ്യും. ലൈനിങ് പോലെ ഒന്ന് മേലോട്ട് പൊന്തും. അത് പാടില്ല. ബാക്കി എല്ലാ ഇതും ഉപയോഗിക്കാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യാൻ പറ്റുമോ? ഗ്ലൂ ഗൺ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എന്താ പറയാ, ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നത് അക്രലിക് കട്ടൗട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. അത് കുറച്ച് വേറെ മെത്തേഡിന് വേണ്ടിയിട്ട് റെസിൽ ഉപയോഗിക്കാം. പക്ഷെ കട്ടൗട്ടിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പൊന്തി നിൽക്കും. ആ ഒരു പ്രൊജക്ഷൻ കിട്ടും. അപ്പൊ നമ്മുടെ വർക്ക് സ്പോയിൽ ആവും. ഉണക്കാൻ വെക്കണം. അത് നമ്മുടെ റെസിനെ സെലക്ട് ചെയ്യുന്ന റെസിന് അനുസരിച്ച്. അപ്പൊ 2:1 ആണെങ്കിൽ 24 hours ആണ്, 3:1 ആണെങ്കിൽ 48 hours ആണ്, 1:1 ആണെങ്കിൽ 24 hours ആണ്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന റെസിൻ ഏതാണോ അതിനനുസരിച്ച് അതിന്റെ ടൈം പറയാം. 3-4 റെസിൻ ഉണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മള് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റെസിൻ അനുസരിച്ചാണ് നമ്മളെ ടൈം മാറും. മിസ്സേ നമ്മൾ റെസിൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോൺ ഇല്ലേ, അതിന്റെ പേരെന്താ? ട്രാൻസ്പെറന്റ് സ്റ്റോൺ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ പല സിൽവർ സ്റ്റോൺ, മെറ്റാലിക് സ്റ്റോൺ, അങ്ങനത്തെ ടൈപ്പ് ഉണ്ടാവും. ഇങ്ങനത്തെ സ്റ്റോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മള് ചെറിയ ട്രാൻസ്പെറന്റ് ഈ കളർ കൊടുത്തിട്ടുള്ള മെറ്റാലിക് സ്റ്റോൺ എന്ന് പറയും. ഓക്കെ, ഈ സ്റ്റോൺ ഒക്കെ കിറ്റില് കിട്ടുമോ? കിട്ടും. അത് അവര് അയച്ചു തരും. അവർക്ക് ആ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത്. നമ്മളിപ്പോ അവര് ഏത് കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും അതിൽ കൊടുക്കും. അതേപോലെ എക്സ്ട്രാ ഹൈലൈറ്റിംഗ് ഐറ്റംസ് ആണ് ഇതൊക്കെ. സ്റ്റോണും ഡെക്കോ മാർക്കർ, അതേപോലെ തന്നെ ഗോൾഡ് മെറ്റാലിക് പൗഡർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹൈലൈറ്റിംഗ് ഐറ്റംസ് ആണ്. അതൊക്കെ സെപ്പറേറ്റ് തന്നെ തരും. അത് അവർ പറഞ്ഞു തരും. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് നിങ്ങൾ സാധനങ്ങൾ എത്തുക. നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പലതും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഓഷ്യൻ 3D ഓഷ്യൻ ഉണ്ട്, ടെക്സ്ചർ ആർട്ട് ഉണ്ട്, റെസിൻ ആർട്ട് ഉണ്ട്, ബേസിക് ആർട്ട് ഉണ്ട്. അങ്ങനെ അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളെ കിറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങാൻ ഏതാ നല്ലത്? എവിടെയാ ബൾക്കായിട്ട് ഓൺലൈൻ ആണ് നിങ്ങൾക്ക് നല്ലത്. നല്ല പേജസ് നോക്കുക. ഇൻസ്റ്റഗ്രാമിലുള്ള നല്ല നല്ല പേജസ് ഉണ്ടാവും. ആ പേജസ് നോക്കിയിട്ട് ഓൺലൈൻ വാങ്ങുന്നതാണ് ബൾക്ക് ഓർഡേഴ്സിന് ഏറ്റവും നല്ലത്. അതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഗുജറാത്തിലെ സൂരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വാങ്ങാം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ക്രാഫ്റ്റ് മാൾ, തുളസി സ്റ്റോർ, അതെ കുറെ സ്റ്റോറുകൾ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഫേക്ക് സ്റ്റോർ വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഇതാക്കരുത്. കാരണം റേറ്റ് അപ്പാട് മാറിപ്പോകും. ക്രാഫ്റ്റ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫേക്ക് വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ ചിലത് മിസ്സായിട്ടുണ്ട്. എന്താ പറയാ, സാധനം പെയ്ഡ് ആയിട്ട് സാധനം കിട്ടാതെ ആയിട്ടുണ്ട്. പക്ഷെ അവരെ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ, കാരണം വെബ്സൈറ്റ് മാത്രമാണ്. അപ്പം അത് ഒറിജിനൽ ആയിട്ടുള്ള ശരിയായ വെബ്സൈറ്റ് സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ സാധനങ്ങൾ ചൂസ് ചെയ്യാൻ. കാരണം പറ്റിക്കപ്പെടരുത്. എത്ര ടൈം ഡ്രൈ ചെയ്യാൻ വെക്കണം? അത് 3:1 ആണ്. അപ്പൊ 48 ആണ് അവേഴ്സ് ആണ് വരുന്നത്. ഹലോ മാം, ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടോ?
ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അത് അവരോടൊന്ന് ചോദിച്ചാൽ മതി. നിഹാല എന്ന് പറഞ്ഞിട്ടുള്ള കോർഡിനേറ്റർ ഉണ്ട് നമുക്ക്. അവര് ചെയ്തു തരും. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓ, പറഞ്ഞോളൂ. ഈ കീച്ചേനൊരു നിങ്ങളിത് കീച്ചയില് ഈ കീച്ചേന് പ്രൈസ് എത്രയായിരിക്കും നല്ലത്? എനിക്ക് മനസ്സിലായില്ല, എന്താ ചോദിച്ചെന്ന് മനസ്സിലായില്ല. ഇതൊരു കീച്ചെയിന്റെ ഇതാണ്, അപ്പൊ ഇതിന് പ്രൈസ് എത്ര ഇടാം? ഓക്കെ, അതിൽ നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും എന്താ പറയാ ഗിൽറ്റേഴ്സ്, ഇപ്പൊ മാഗിനല്ലേ എഴുതിയിരിക്കുന്നത്, അവിടെ നിങ്ങളിപ്പോ ഗോൾഡന്റെ പെന്നോണ്ട് എന്തെങ്കിലും ഡിസൈൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് 120, 130 ആ റേഞ്ചിൽ പോകാൻ പറ്റും. അതിൽ എക്സ്ട്രാ സൈഡിൽ പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് 250 രൂപയ്ക്ക് വിൽക്കാം. ഇതേപോലത്തെ ചെണ്ടുകളൊക്കെ ഉപയോഗിക്കാം. ചെണ്ടുകള് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് വിൽക്കാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് മാറ്റം വരാം. നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ എല്ലാ റേറ്റും നോക്കുക. ഇപ്പൊ ഈ ചെണ്ടിന് 10 രൂപ, കീച്ചെയിനിൽ ഇപ്പൊ വരുന്നത് 90 രൂപ. കീച്ചെയിനിൽ വേറെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ കളറും മാത്രം മിക്സ് ചെയ്തിട്ടാണെങ്കിൽ ആ കീച്ചെയിന് മാത്രം, കീച്ചെയിൻ അല്ല ആൽഫബറ്റ് ആ ലെറ്ററിന് മാത്രം 90 രൂപ ഇടുക. പിന്നെ അതിന്റെ ആക്സസറീസ്, ഇങ്ങനത്തെ ആക്സസറീസും കാര്യങ്ങളൊക്കെ എത്ര വരുന്നത് നോക്കുക. 20-25 രൂപ അങ്ങനെ എന്തൊക്കെ ആക്സസറീസിന് വരുന്നുണ്ട്, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിന്റെ ഒരു റേറ്റ്, നീ അതിനൊരു എഫേർട്ട് എടുക്കുന്നത് 70-90 രൂപ ഇട്ടിട്ട് വിൽക്കാം. ഓക്കെ, എന്താണ് ക്ലാസ് റെക്കോർഡ് ഉണ്ടാവോ? അത് അവരോട് ചോദിച്ചാൽ മതി. അവരുടെ ഉണ്ട് കേട്ടോ, റെക്കോർഡിംഗ് ക്ലാസ്സസ് ഉണ്ട്. രാത്രി മദ്രസയിലെ കുട്ടികളാകുമ്പോഴേ ഞങ്ങൾ രാത്രി 8 മണി മുതൽ 10 മണി വരെയാണ് ക്ലാസ് എടുക്കുന്നത് 3 ദിവസം. അപ്പൊ കുട്ടികൾക്ക് മദ്രസ അവരോടൊന്ന് ചോദിച്ചാൽ മതി. അവരുടെ റെക്കോർഡിംഗ് ക്ലാസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ്, ഓൺലൈൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നോക്കുന്ന അനുസരിച്ച് അവരോട് ചോദിച്ചാൽ മതി, സെറ്റ് ആവും. കറക്റ്റ് അളവിലെടുക്കുന്ന അത് നമ്മൾ മെഷറിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് എടുക്കേണ്ടത്. മെഷറിംഗ് ടൂൾസ് ഉണ്ടാവും. ഇപ്പൊ വെയിൻ സ്കെയിൽ പോലത്തെ ഈ 3 ദിവസത്തെ ക്ലാസ് അല്ലെങ്കിൽ കപ്പ്. 3 ദിവസത്തെ ക്ലാസ് എന്നൊക്കെയാണ് തുടങ്ങുന്നത്? ഇപ്പം ഈ മാസത്തേക്ക് 5 ക്ലാസ് ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഡേറ്റ് അവരോടൊന്ന് ചോദിച്ചാൽ മതി, കോർഡിനേറ്ററോട് ഒന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ 3-ാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്നലെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞു. പിന്നെ 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ഈ നമ്മൾ എടുക്കുന്ന കോഴ്സിനനുസരിച്ചാണ് നമ്മളെ എന്താ പ്രൊഡക്റ്റ് കിറ്റ് പല വിധത്തിലേക്കാരെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ തീരെ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് കോഴ്സാണ് ഇതിൽ എടുക്കേണ്ടത്? അത് ബേസിക് ടു അഡ്വാൻസ്ഡ് റെസിൻ ക്ലാസ്. ബേസിക് ടു അഡ്വാൻസ്ഡ് റെസിൻ ക്ലാസ്. അതിൽ ബേസിക്കും പറയും, അഡ്വാൻസ് ആയിട്ടുള്ള വലിയ വലിയ വർക്കുകളുള്ളതും പറയും. എന്താ വെച്ചാൽ നമ്മളൊരു ക്ലോക്ക് ഉണ്ടാക്കും. ഇപ്പം ബേസിക് ടു അഡ്വാൻസ് ക്ലാസ്സിൽ നമ്മളൊരു ക്ലോക്ക് ഉണ്ടാക്കും, അതേപോലെ തന്നെ കോസ്റ്റർ ഉണ്ടാക്കും, അതേപോലെ തന്നെ ഒരു കീ ചെയിൻ ഉണ്ടാക്കും. മൂന്നും നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യും. ബാക്കി 2 മെത്തേഡ്, ഇപ്പൊ കാലിഗ്രഫിയും അതേപോലെ തന്നെ ഓഷ്യൻ എഫക്ട്, അതേപോലെ തന്നെ ടെക്സ്ചർ ആർട്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പോകും. ജസ്റ്റ് തിയറി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ട് പോകും. ഷമീറ, ഹലോ മാം. ഓക്കെ. പിന്നെ എനിക്ക് റെസിൻ വർക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ സെയിൽ ചെയ്യാൻ അറിയുന്നില്ല. അപ്പോ അതൊക്കെ പഠിപ്പിച്ചു തരാമോ? അതൊക്കെ പഠിപ്പിച്ചു തരും. നിങ്ങൾ ഫസ്റ്റ് അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ യൂട്യൂബിലുള്ളത് ഫുള്ളായിട്ട് പറഞ്ഞു തരില്ല. നമ്മളിപ്പോ ഇപ്പൊ ഞാനാണെങ്കിൽ യൂട്യൂബിലുള്ളത് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കില്ല. കാരണം ഇത് മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ ട്രെൻഡിങ്ങും ആണ്, അതേപോലെ തന്നെ ഡിമാൻഡ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പൊ എല്ലാതും കൂടി പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ ആ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ക്ലാസ് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലോപ്പ്. അതില് പല പ്രശ്നങ്ങളും. ക്ലാസ് പോയിട്ട് തന്നെ ചെയ്തതാണ്. ഞാൻ ക്ലാസ് പോയിട്ട് ഓൺലൈൻ. പക്ഷെ അവരോട് ചോദിച്ചു, അവരിപ്പോ ഒരു കോണ്ടാക്റ്റും ഇല്ല. നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഇതിന് അൻ അക്കാഡമിനായിട്ട് പറയുന്നല്ലേ, ഞാൻ ഇതേപോലെ ഒരു ക്ലാസ്സിൽ 3 വർഷം മുമ്പ് ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഫ്ലോപ്പ് ആയിട്ടുള്ളത്. കുറെ കാര്യങ്ങൾ മറച്ചു വെക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള സാധനത്തിൽ നമ്മൾ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ ഗ്രൂപ്പ് അവരോട് ചോദിക്കണം, ലൈഫ് ടൈം യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ആണോ എന്ന് ചോദിക്കണം.
കാരണം നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഇപ്പൊ ഒരു വാട്സപ്പിന്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ അവർക്ക് ലൈഫ് ടൈം ആ ഗ്രൂപ്പ് ലൈഫ് ടൈം നമ്മൾ എത്രത്തോളം ഉണ്ടാവും അപ്പത്രത്തോളം ഉണ്ടാവണം ആ ഗ്രൂപ്പ് അവിടെ തന്നെ. ഞാൻ പഠിച്ച 3 വർഷത്തെ ക്ലാസ്സിലെ ഗ്രൂപ്പ് ആണെങ്കിലും അവിടെ ഉണ്ടെങ്കിലും പക്ഷെ അവരെ ആള് പോയി ലെഫ്റ്റ് ആയി പോയി. അത് നിങ്ങൾ ഓരോരോ ഇപ്പൊ ഹാൻ അക്കാഡമി അല്ല, നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും അവരോട് ചോദിക്കണം ലൈഫ് ടൈം ആക്സസ് ഉള്ള ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രം ഞങ്ങൾ ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറയണം. കാരണം ലൈഫ് ടൈമിൽ നമുക്ക് അവിടെ ട്യൂട്ടേഴ്സ് അവൈലബിൾ ആവണം, അവരും അവൈലബിൾ ആവണം. ഞാൻ 5000 കൊടുത്ത് ജോയിൻ ആയതാണ്. ആണോ? എന്നാ പിന്നെ നമ്മൾ ആ ഹാൻ അക്കാഡമിനോട് ചോദിച്ചാൽ മതി അവർ ഏത് ഇത്ര രൂപയ്ക്കാ കോഴ്സ് ചെയ്യുന്നത്. അവര് കേൾക്കണ്ട, ചിലപ്പോ അവര് കൂട്ടി പറയും. ഓക്കെ, ഞാൻ 10,000 രൂപക്ക് പഠിച്ചതാട്ടോ, വേറെ കാര്യം. ഞാൻ ബേസിക് അല്ലായിരുന്നു, ഞാൻ കുറച്ച് എല്ലാം കൂടി എല്ലാ കോഴ്സും കൂടി പഠിച്ചിട്ടുള്ള ഒരു 10,000 രൂപയാണ്. പക്ഷെ അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാത്തതിന് ഞാൻ അവരോട് പറഞ്ഞു ചെയ്തു. പക്ഷെ അത് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ചോദിച്ചിട്ട് വേണം പറയാൻ. എല്ലാ കാര്യം പറഞ്ഞു. കാരണം റെസിനാർട്ട് നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വരെ അവർ പറഞ്ഞു തരണം. അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറെ ഓർഡർ ഒക്കെ കിട്ടി. പക്ഷെ എനിക്ക് റേറ്റ് പറയാൻ അറിയുന്നില്ല. അതങ്ങോട്ട് ഒരു ഇതായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. മ്യൂട്ട് ആയിട്ടുണ്ട് മാം, മ്യൂട്ട് ആയിട്ടുണ്ട്. അത് അവര് ബിസിനസ് ക്ലാസ്സിൽ ഒന്ന് കയറിയാൽ മതി, അപ്പൊ മനസ്സിലാവും. ഒരു ബിസിനസ് ക്ലാസ് ഉണ്ട്, അപ്പൊ അതിൽ അവർ പറഞ്ഞുതരും റേറ്റ് എങ്ങനെ ഇടണം, എങ്ങനെ സെയിൽ ചെയ്യണം. ഓ ബിസിനസ് ക്ലാസ് ആയിട്ട് വേറെ തന്നെ കിട്ടുമോ? അവരോട് ചോദിച്ചാൽ മതി, അവരുടെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. നമ്മൾ ഇത് ഈ 3 ദിവസത്തെ ക്ലാസ് ആണെങ്കിൽ ഞാൻ അതിൽ തിയറി ക്ലാസ്സിന്റെ കൂടെ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ അതൊരു ബിസിനസ് ക്ലാസ്സിലോട്ട് എടുക്കും. ഫുള്ളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഓക്കെ. മാം, ഒരു സിമ്പിൾ ക്ലോക്ക് ചെയ്യാൻ എത്ര റെസിന് ആവശ്യം ഉണ്ടാവും? അത് സിമ്പിൾ ക്ലോക്ക് എന്നല്ല, നമ്മുടെ റെസിന്റെ ഏത് ഇഞ്ചാണ് ചെയ്യുന്നതെന്നാണ് നോക്കണ്ടേ. ഇപ്പൊ ഇത് 12 ഇഞ്ചാണ്, ഇത് 10 ഇഞ്ചിന്റെ ക്ലോക്കിന്റെ ബേസ് ആണ്. ഇത് 12 ഇഞ്ച്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ റേറ്റും റേഷ്യോ മാറും, നമ്മൾ ക്വാണ്ടിറ്റി മാറും. ഓക്കെ, എന്തായാലും ഇനി വൈൻഡപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇപ്പം എക്സിറ്റ് ആവും, ഈ ഗ്രൂപ്പ് ഇപ്പൊ എക്സിറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോടൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഞാൻ ഓക്കെ. ഹലോ മാം, താങ്ക് യു. ഹലോ, റീഡർ ക്ലാസിന്റെ അത് നമ്മുടെ ഹാൻ അക്കാഡമി നിഹാല എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്, അവരോടൊന്ന് ചോദിക്കുക. നമ്മളെ കോർഡിനേറ്റർ ആണ്, അവരെല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഉപകരിച്ചെന്ന് തോന്നുന്നു ഈ വെബിനാർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം.